നമ്മൾ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ മറ്റേ വീഡിയോ കളഞ്ഞു മഴ വഴക്കുറയാണെങ്കിലും വിചാരിച്ച് നമ്മൾ അതിനെടുത്ത് മാറ്റി ചെയ്ത്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ സ്വാഗതം. അപ്പോൾ നമ്മൾ ഗോൾഡ് ലോണൊക്കെ എടുത്തതാണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉള്ള സ്ഥലത്ത് നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ആ ബിന്ദു അമീൻ നമ്മൾ അടുത്തുള്ള വീട്ടിലുള്ള ബിന്ദു അമീനെ നമ്മളെ വീട്ടിൽ കൊണ്ടാക്കി വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഞാൻ ചന്തയിൽ കൊണ്ടാക്കി ഞാൻ തിരിച്ച് ഇവിടെ തന്നെ വന്നു കേസ്. എന്നിട്ട് വെടനാട് പോയി ഗോൾഡ് ലോൺ ചെയ്തിട്ടാണ് വന്നത്. ഇപ്പോൾ ഒരു 3:25 നമ്മൾ വന്നപ്പോൾ 3:25 നമ്മളിവിടെ എത്തി കേസ്. ഇവിടെ ആരുടെ ബസ് സ്റ്റാൻഡിൽ എത്തി. അപ്പോൾ അവിടെ നടന്ന് ഇവിടെ എത്തിയപ്പോൾ ഒരു 28 ആയി. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ അപ്പോൾ എന്താ വൈകുന്നേരമായി ഗൈസ്. അപ്പോൾ നമ്മൾക്ക് ബാക്കി വീഡിയോസൊക്കെ എടുക്കണം. ഓക്കെ, അടുത്ത് വയ്ക്കുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് എവിടെയൊക്കെ പാട്ടുകൾ കേൾക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് പാട്ടാണ് നോക്കിയിട്ട് വരാം ഗൈസ്. ഇപ്പോൾ ഗൈസ് വൈകുന്നേരം നമ്മളിവിടെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ അന്നേരം നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. എപ്പോഴാണ് തിരിക്കണമെന്ന് പറയാൻ ഒക്കില്ല ഗൈസ്. നമുക്ക് കുറച്ച് കഴിവ് ഇറങ്ങിയപ്പം കുറച്ച് കഴിവായിരിക്കും ഇറങ്ങേണ്ടത്. വണ്ടികളൊക്കെ കുറേ വണ്ടികളൊക്കെ അങ്ങനെ ഇറങ്ങുന്നില്ല. ഇപ്പോൾ ഗൈസ് നമ്മൾ ഈ ജെറി ഫൈനാൻസിലോട്ട് ബാങ്കിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗുഡ് ഡയറ്റ്. അത് ജെറി ഫൈനാൻസ് എന്ന് പറയുന്നത് ഏറ്റവും മോഹപ്പെട്ടം എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിയിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങുന്നതാണ് പറയുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അവർ പറയുന്നത്. ഇപ്പോഴും ഇറങ്ങും പറഞ്ഞൂടെ ഇപ്പോഴും ഇറങ്ങി. അപ്പോഴേ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിൽ എന്തോ വീഡിയോ ഇട്ടണമെന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർത്തിട്ടാണ് ഞാൻ ഇപ്പോൾ പുതിയ വീഡിയോ എടുക്കുന്നത്. ആ വീഡിയോ എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വെറുതെ എന്തിനാ ആ വീഡിയോ എടുത്ത് സമയം അത് പോട്ട്, അതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട. അപ്പോൾ ഗൈസ് നമ്മൾ പുതിയ വീഡിയോക്ക് ഇപ്പോഴും വീണ്ടും ഒരു വീഡിയോ എടുക്കേണ്ടി വന്ന് ആ ഇഷ്യൂ വീഡിയോ എടുക്കേണ്ടി വന്ന് ഇപ്പോഴും നമ്മളിതാ പിക്കണതേ ഉള്ളൂ ഗൈസ്. ഇവിടെ എന്തൊക്കെ സോങ് വയ്യ ഇവിടെ എന്തൊക്കെ ചെയ്ത് ആൾക്കാർ താമസിക്കുന്നത് ഇപ്പോൾ കണ്ട് ഇവിടെയൊക്കെ താമസിക്കാനൊക്കെ തോന്നും. പക്ഷേ ഒന്ന് വീടിട്ടാൻ പാടാണ്. കണ്ടില്ലേ നിൽക്കാനൊക്കെ പാടാണ്. അപ്പോൾ വേണ്ട ഗൈസ് കണ്ടിട്ട് സമയം ഇവിടത്തെ കാഴ്ചകൾ തന്നെയാണ് നമുക്കിരിക്കാൻ ഗൈസ്. ഇവിടുത്തെ കാഴ്ചകൾ അത്ര മോശമാണ് ഗൈസ്. നമ്മളിനി കുറച്ച് 20 ആ ഒരു ഇത് എടുക്കണുള്ളൂ ഗൈസ് വീഡിയോ. ഇഷ്ടപ്പെട്ടു അത് നമുക്ക് വിളിക്കാം. വേറെ നമ്മൾ കുറച്ചൊരു വീഡിയോ എടുക്കാം ഗൈസ്. കാറ്റേക്ക് ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഗൈസ്. ഇവരൊക്കെ ചെയ്യാൻ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കുറച്ചുകൂടെ വീഡിയോ വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം ഗൈസ്. ഉടനെ എഡിറ്റ് ചെയ്യണം.
ന്യൂ ജെറി ഫൈനാൻസ് ആൻഡ് ഗോൾഡ് പറഞ്ഞ ഒരു വീഡിയോ ഇടാം. അപ്പം പ്ലീസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി വരുന്ന വീഡിയോസ് നല്ല ആയിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് ബാക്കിയുള്ള വീഡിയോസിലോട്ട് എത്തിക്കും നമ്മൾ എഡിറ്റ് ചെയ്യണമെന്നാണ്. അത് ഗൈസ് നമ്മുടെ വീടെത്താറായിട്ടുണ്ട് ഗൈസ്. വീടെത്തുന്നതാണ് ഗൈസ്. വീടെത്താറായി ഗൈസ്. ഒരു കാര്യം പറയാനുണ്ട്. കഷായസ്പത്രി പോവുകയാണ് ഗൈസ്. അപ്പം നമുക്ക് രാവിലെ അപ്പം നാളെ രാവിലെ എത്ര മണിക്കുമ്മ പോണേ അമ്മ? നാളെ രാവിലെ എത്ര മണിക്ക് പോണേ? 10:30 പോവാ. ചോനാമ്പാറ കിട്ടൂല, കാപ്പുകടൊക്കെ കിട്ടൂ. അത് മറ്റേ നമ്മൾ അവിടെ ഇറക്കാൻ പറയാ. അത് ഏത് സ്ഥലം അമ്മ? ഇത് ഏതോ ഒരു സ്ഥലമാണ്. എന്തൊരു മറവിയമ്മ. അതാ ആന വരുന്നു ഗൈസ്. ആന എന്ന് പറയുന്നത് നമ്മൾ ആന വരുന്നു. നാട്ടുകാരെ ഓടി വരുന്നു ആന വരുന്നു. എവിടെ പോണ്? മഴ പറഞ്ഞ് വീഡിയോ എത്രയായി? പിന്നെ ബിരിയാണി വിതരണം ചെയ്യാനായിട്ട് നമുക്ക് ചിലവാകുമ്പോൾ വിതരണം ചെയ്യാനായിരുന്നു. ഇപ്പൊ ട്രെയിനിലും അങ്ങനെ തന്നെ ബിരിയാണി കൊടുക്കണതേ ശരിയല്ല. അതിന് ഞാൻ പറഞ്ഞോണ്ട് വാങ്ങിക്കാത്തത്, അല്ലെങ്കിൽ വയറാസവി ചത്തേനായിരുന്നു കേസ്. ഇത് തന്നെ അപ്പോഴും വാങ്ങിക്കാതിരുന്നത് നന്നായി. ഇത് തന്നെ പട്ടി കൊടുത്തല്ല, അത് മതി. അത് തിന്ന് വലിയ അസുഖം പറഞ്ഞെങ്കിൽ എന്തിനു ചെയ്യായിരുന്നു. ചിലവരൊക്കെ ട്രെയിനിലുള്ളവരൊക്കെ ഇങ്ങനെ ഈ ചത്തനൊക്കെ എടുത്ത് തരണത്. സാധാരണ ചാവാത്തതിനെ എടുത്ത് കൊണ്ടുവന്ന് അല്ല കൊന്നിട്ടല്ലേ കഴിക്കുന്നത്. അത് ചത്ത് പുഴുത്തതിനെ എടുത്ത് തന്നില്ലേ ഇതുവരെ? പൈസക്ക് നിവർത്തില്ല. അയാൾ മേടിക്കണം പറഞ്ഞു. ആറിനകത്ത് വാങ്ങിക്കാന്നാണ് വിചാരിച്ചത്. പിന്നെന്ത്? പിന്നെ വേണ്ടെന്ന് വെച്ചാ ഇത് എന്നാ പാട്. ചോദിച്ചോക്ക്.
അമ്മയുടെ വീട്ടിൽ പോയിട്ട് ഇപ്പോഴാണോ? ആ അത് ബിരിയാണി കൊണ്ടുമില്ല. ബിരിയാണി കൊണ്ടുപോയില്ല അടിക്കാൻ രാവിലെ പുട്ട് നമ്മൾ കഴിച്ചിട്ട് വന്ന് രാത്രി കുടുംബമുണ്ട് കുടുംബമല്ലേ കിടക്കുമല്ല അതേ കുട്ടിയിൽ അതിനടുത്ത് രണ്ട് പച്ച പട്ടിയെ കൊടുക്കാം. പത്ത് അരി വറുത്ത് വെച്ചുണ്ട് പറയാൻ പറ്റും. ദാനം കൊടുക്കുന്നവർക്ക് പിന്നെ എന്തെങ്കിലും ആശുപത്രിയിൽ നിന്ന് വെക്കുന്ന കഴിച്ചാൽ പോലെ അങ്ങനെ അവർ കൊടുക്കുന്നതാണ്. അല്ലാതെ ഈ നമുക്ക് തൃപ്തിയാവണം അല്ലെങ്കിൽ വയറ് പറയണമെന്നുള്ള ഇതായിട്ട് ഇപ്പം നിങ്ങൾ എനിക്ക് തരുന്നത് ചിലപ്പോൾ ഒരാൾക്കാണെങ്കിൽ കൃത്യമായിട്ട് വെക്കാം. രാത്രി 10-50 പൊടി കൊണ്ട് വരുമ്പോഴേ ആ രീതിക്ക് അവർ കിട്ടാൻ കഴിയും. ഇവിടെ അല്ലേ യാതാക്കിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിരുന്ന് ഇറക്കി ചപ്പാത്തി പൊടി കൊണ്ടുവരും. ഓപ്പൺ ചെയ്യും ഇവിടെ നമ്മൾ മുഴുവൻ നിർമ്മിൻ്റെ അടുത്ത് കൊണ്ടുപോകും. നമ്മളെല്ലാം ഒരു ദിവസം മാറി പിറ്റേന്ന് നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ച് വണ്ടിക്കാരെല്ലാവരും കൂടെ ഇരപ്പിടിച്ചേർന്നു ഈ നിലക്കട കടങ്ങി നിർത്തി കാശ് കറി ഇവിടെ വിളിച്ചാൽ വിദ്യാപതി വീട്ടിലെ പിന്നെ വെച്ചാൽ സൈക്കിളിൽ പുറപ്പിടിക്കുന്നത്. അതുപോലെ സാർ ഇന്നത്തെ ശരിയായില്ല കറി വെച്ചത് ശരിയായില്ല അവർ നമ്മളെടുത്തേക്ക് സംസാരിച്ചു. ഇന്നലത്തെ കറി മോശമായതുകൊണ്ടാണ് കരുത്ത് കരുത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ എസ് ഐ എന്ന് പറയും നാളെ പറ്റി കൊണ്ടുവരാൻ നിങ്ങളെ ഈ പരിപാടിയാണ് മുരുക കൊണ്ടുവരുന്നത്. ഇല്ല കറി വെച്ച് നാളെ കൊണ്ടുവരണം ഇതൊന്നും കൊടുത്തിട്ട് രാവിലെ കൊടുത്തത് ദോശ കൊടുത്തത് വാ മഴ പെയ്യുന്നുണ്ടോ? ഉറപ്പല്ലേ ടിങ്ക് കടന്ന് വിളിക്കേ പറഞ്ഞോണ്ട് ആ ടിങ്ക് കടന്ന് വിളിക്കുന്നില്ലേ രാവിലെ കിടന്നു അതിന് ഭക്ഷണം കൊടുത്തിട്ട് തന്നെ പോയത് ഭക്ഷണം കൊടുത്തിട്ട് തന്നെ പോയ ദോശ ആ ആ അപ്പോൾ നമ്മളെ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോഴേ അടുത്ത വീഡിയോ ആയി നമ്മൾ കാണാം.